നമസ്കാരം. SSC മലയാളിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം നോക്കുന്നത് സ്പോർട്ട് വാഷിംഗ് എന്ന് പറയുന്ന ഒരു ടേം ആണ്. അത് കഴിഞ്ഞ ദിവസം ന്യൂസിൽ ഉണ്ടായിരുന്നതാണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഇമേജ് സ്പോർട്സിലൂടെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ സ്പോർട്ട് വാഷിംഗ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് മീൻസ് ഹ്യൂമൻ റൈറ്റ് റെക്കോർഡ്സിലോ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ വളരെ പ്യുവർ ആയിട്ട് നിൽക്കുന്ന കൺട്രീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻസോ സ്പോർട്സ് വാഷിംഗ് ചെയ്യും. വിച്ച് മീൻസ് സ്പോർട്സിനെ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സ്പോർട്സ് ഇവന്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു മോശം വശത്തിനെ മാറ്റി നിർത്തി ഈ ഒരു സ്പോർട്സ് എന്നുള്ള ഒരു ഇതിൽ അവർ ഇംപ്രൂവ് ചെയ്ത് കാണിക്കും. അപ്പൊ ഇത് എങ്ങനെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് സ്പോർട്സിംഗ് ഇവന്റ്സ് ഹോസ്റ്റ് ചെയ്യാം, രണ്ട് സ്പോർട്ടിംഗ് ടീംസിനെ പർച്ചേസ് ചെയ്യാം, മൂന്ന് സ്പോർട്ടിംഗ് ടീംസിനെ സ്പോൺസർ ചെയ്യാം, പിന്നെ ക്ലബും ടീംസും സ്പോർട്സുമായി ബന്ധപ്പെട്ട ക്ലബിന് ടീമിനെ ഓർഗനൈസേഷൻസിനൊക്കെ അക്വയർ ചെയ്യാം. അപ്പൊ സ്പോർട്ട് വാഷിംഗ് ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ് റെക്കോർഡ്സും എൻവയോൺമെന്റിലും പ്യൂർ ആയിട്ടുള്ള ഗവൺമെന്റ്സും കമ്പനീസുമാണ്. നെക്സ്റ്റ് നാഷണൽ ക്രെഡിറ്റ് ഫ്രെയിംവർക്ക് NCRF. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ എല്ലാ റെഗുലേറ്റേഴ്സിനോടും NCRFന്റെ ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്സ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് റിലീസ് ചെയ്ത UGC ആണ്. ഇത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇറ്റ് അലൗസ് സ്റ്റുഡൻസ് ടു ഏൺ എഡ്യൂക്കേഷൻ ക്രെഡിറ്റ് അറ്റ് ഓൾ ലെവൽസ് ഇറസ്പെക്റ്റീവ് ഓഫ് മോഡ് ഓഫ് ലേണിംഗ്. മോഡ് ഓഫ് ലേണിംഗ് ഇറസ്പെക്റ്റീവ് ആയിക്കൊണ്ട് എല്ലാ ലെവൽസിലുള്ള എഡ്യൂക്കേഷൻ ക്രെഡിറ്റ്സും ഏൺ ചെയ്യാൻ സ്റ്റുഡൻസിന് ഇതുവഴി സാധിക്കും. So it integrates the credits earned through school education, higher education, vocational and skill education. ഇപ്പൊ ഏത് തരത്തിലുള്ള എഡ്യൂക്കേഷൻ ആണെങ്കിലും, അത് സ്കൂൾ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും വൊക്കേഷണൽ സ്കിൽ എഡ്യൂക്കേഷൻ ആയാലും ഇതുവഴി ഏൺ ചെയ്ത ക്രെഡിറ്റ്സ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഈ ഒരു പ്രോഗ്രാം വഴി സാധിക്കും. നെക്സ്റ്റ് ഉദയ് സ്കീം. ഇപ്പൊ ചീഫ് എക്കണോമിക് അഡ്വൈസർ യൂണിയൻ ഗവൺമെന്റിനോട് നോട്ട് ചെയ്യാൻ പറഞ്ഞൊരു കാര്യമാണ്, ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസിൽ എനർജി സെക്യൂരിറ്റി അച്ചീവ് ചെയ്യുന്നതിൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. ഇതുമായി ബന്ധപ്പെട്ടാണ് ന്യൂസിൽ വന്നത്. ഉദയ് സ്കീം ലോഞ്ച് ചെയ്തത് നവംബർ 2015 ടു ഫിക്സ് പ്രിക്കേറിയസ് ഫിനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് സ്റ്റേറ്റ് ഡിസ്കോംസ്. അതായത് ഇത് അഗ്രിഗേറ്റ് ടെക്നിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ ലോസസ് ടു 15% ബൈ 2019 ആകുമ്പോഴേക്കും അഗ്രിഗേറ്റ് ടെക്നിക്കൽ ആൻഡ് കൊമേഴ്ഷ്യൽ ലോസ് എന്ന് പറയുന്നത് 15% ആയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എയിം ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഡെപ്റ്റ് മാനേജ്മെന്റ് ആണ്. മറ്റ് മെഷേഴ്സ് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൊണ്ടുവരിക, റേസ് ചെയ്യുക, അതുപോലെ ഡെപ്റ്റ് സെലറീസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. നെക്സ്റ്റ് ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് 1976. ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് ചിൽഡ്രൻസ് ബീങ് coerced to work as bonded labor in various informal factories in തമിഴ്നാട്. തമിഴ്നാട്ടിലെ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള കുറെ ഫാക്ടറീസിൽ ബോണ്ട് കൊടുത്തുകൊണ്ട് കുട്ടികൾ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ആക്ട് ന്യൂസിൽ വന്നത്. അപ്പൊ ഈ ആക്ട് പ്രകാരം there are 3 elements that go into making a labor situation bonded. അതായത് എങ്ങനെയാണ് ഒരു ലേബർ സിറ്റുവേഷൻ ബോണ്ടഡ് ആകുന്നത് എന്ന് പറയുന്നുണ്ട്. Being under an obligation such as repayment of loan. ഒരു ലോൺ റീപേയ്മെന്റുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ലേബർ വരാം. അല്ലെങ്കിൽ മീറ്റിംഗ് ദ ഒബ്ലിഗേഷൻ ത്രൂ അൺപെയ്ഡ് ഓർ അണ്ടർപെയ്ഡ് ലേബർ. അണ്ടർപെയ്ഡ് ലേബർ ഓർ അൺപെയ്ഡ് ലേബർ വഴി ഇങ്ങനെ വരാം. ഒന്ന് ഹാവിംഗ് നോ ഫ്രീഡം ടു എസ്കേപ്പ് ദ ഒബ്ലിഗേഷൻ. ഈ ഒബ്ലിഗേഷൻ എസ്കേപ്പ് ചെയ്യാൻ യാതൊരു തരത്തിലുള്ള ഫ്രീഡം ഇല്ലാത്ത അവസ്ഥയിലും ഇത്തരത്തിൽ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ലേബർ സിറ്റുവേഷൻ വരാം. അതുപോലെ ദ ആക്ട് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ ബട്ട് ഇംപ്ലിമെന്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. ഈ ആക്ട് ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കുന്നുണ്ട്, പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാ ഡെവലപ്മെന്റ് ഫണ്ട്. ഇപ്പൊ യൂണിയൻ ഗവൺമെന്റ് ആനിമൽ ഹസ്ബൻഡറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് AHIDF എന്ന് പറയും. ഇത് അടുത്തൊരു 3 വർഷത്തേക്കും കൂടെ 2025-26 അടുത്തൊരു 3 വർഷത്തേക്കും കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ളത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു സെൻട്രൽ സെക്ടർ സ്കീമാണ്. 2020 ലോഞ്ച് ചെയ്തത്. ആത്മനിർഭർ ഭാരത് അഭിയാനിന്റെ കീഴിലാണ് ഇത് വരുന്നത്. അപ്പൊ ഒരു 15,000 crores ആണ് ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ എയിം എന്ന് പറയുന്നത് വേരിയസ് എന്റിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ ഇൻസെന്റീവ് ചെയ്യുക, ഇൻക്ലൂഡിംഗ് ദ പ്രൈവറ്റ് കമ്പനീസ്, എന്റർപ്രണേഴ്സ്, ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ്, അതുപോലെ MSMEs ഇതിനെല്ലാം ഇൻസെന്റിവൈസ് ചെയ്യുക. അതുപോലെ ഡയറി പ്രോസസിംഗ്, ഇൻഫ്രാ മീറ്റ് പ്രോസസിംഗ്, മറ്റ് അനിമൽ ഫീഡ് പ്ലാന്റ്സിന്റെ ഒക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇംപ്രൂവ് ചെയ്യുക. നെക്സ്റ്റ് ഡിജിറ്റൽ ഡീടോക്സ്. It's a period of time when a person voluntarily refrains from using digital devices and social media sites. It gains popularity in recent years as individuals have increased their time spent on digital devices. Digital detox എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ ഡിവൈസസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ട്, അതായത് വോളണ്ടറിലി ഒരു പേഴ്സൺ ഒഴിവാക്കുക, ആ പീരീഡ് ഓഫ് ടൈമിനെയാണ് ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുക. വളരെ റീസെന്റ് ആയിട്ട് ഇൻഡിവിജ്വൽസ് അവരുടെ ടൈം ഡിജിറ്റൽ ഡിവൈസസിൽ സ്പെൻഡ് ചെയ്യുന്നത് കൂടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു പീരീഡ് ഓഫ് ടൈം അതിന് വേണ്ടി അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. ഓക്കെ. നെക്സ്റ്റ് വ്യോമിത്ര.
ഇപ്പോ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വുമൺ റോബോട്ട് ആയിട്ടുള്ള ആസ്ട്രോണോട്ട് വ്യോമിത്രനെ സ്പേസിലേക്ക് അയക്കാൻ ഗഗൻയാൻ മിഷന് മുന്നേ തന്നെ സ്പേസിലേക്ക് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ വ്യോമിത്ര എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഹ്യൂമനോയിഡ് റോബോട്ട് ആണ്, ഹാഫ് ഹ്യൂമൻ ആണ്, ഹാഫ് റോബോട്ട് ആണ്. ദെൻ ഇത് ഡെവലപ്പ് ചെയ്ത ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. വ്യോമിത്ര ആസ്ട്രോണോട്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ ഫംഗ്ഷൻസ് ഒക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് സ്പേസ് എൻവയോൺമെന്റിലും ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനൊക്കെ ഫംഗ്ഷൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. ഇപ്പോൾ സെന്റർ announced that provisions of newly constituted research board Anusadhan National Research Foundation had come into effect. അപ്പോൾ പുതുതായിട്ട് ഒരു റിസർച്ച് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് അനുസാദൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് ഇനി മുതൽ എഫക്റ്റിലേക്ക് വരാൻ പോകുകയാണ്. അപ്പൊ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് ഓഫ് ഇന്ത്യ വരുന്നത്. It's an apex body provide high level strategic direction of scientific research in the country. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒക്കെ റെക്കമെൻഡേഷൻസ് എടുത്തുകൊണ്ട് സയന്റിഫിക് റിസർച്ചിൽ ഡയറക്ഷൻസ് കൊടുക്കുന്ന ഒരു ഹൈ ലെവൽ സ്ട്രാറ്റജിക് അപെക്സ് ബോഡിയാണ് ഇത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 50,000 crore കോസ്റ്റിലാണ് ഫോർ എ പീരീഡ് ഓഫ് 2023 and 28. നെക്സ്റ്റ് പറയുന്നത് ഇതിന്റെ ഗോൾ ആണ് ടു ഇൻക്രീസ് ദ പ്രൈവറ്റ് സെക്ടർ കോൺട്രിബ്യൂഷൻ ടു റിസർച്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റിസർച്ചിലേക്ക് പ്രൈവറ്റ് സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യുക, അതുപോലെ ഗവൺമെന്റിന്റെ ഫണ്ടിന്റെ ലാർജ് പോർഷനും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കും കോളേജസിലേക്കും ഒക്കെ കൊടുക്കുക എന്നുള്ളത് എൻഷുർ ചെയ്യാം. നെക്സ്റ്റ് സ്വദേശ് ദർശൻ സ്കീം. അപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് IRCTC രാമായണ സർക്യൂട്ട് ട്രെയിൻ എന്ന് പറയുന്ന ഒരു പുതിയ ട്രെയിൻ സിസ്റ്റം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് സ്വദേശ് ദർശൻ സ്കീമിന്റെ പാർട്ട് തന്നെയാണ്. ലോഞ്ച് ചെയ്തത് 2014 and 15 ഇത് തീം ബേസ്ഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സർക്യൂട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോഡൽ മിനിസ്റ്റർ ഓഫ് ടൂറിസം ആണ്. ഇപ്പോ മിനിസ്റ്റർ ഓഫ് ടൂറിസം ഒരു സ്വദേശ് ദർശൻ സ്കീമിന്റെ 2.0 ഇറക്കുന്നുണ്ട്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അതുപോലെ റെസ്പോൺസിബിൾ ഡെസ്റ്റിനേഷൻസ് ടൂറിസ്റ്റിന് ഡെവലപ്പ് ചെയ്യുക, ഡെസ്റ്റിനേഷൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരിക. നെക്സ്റ്റ് ഫിനാൻസ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിപ്പോർട്ട്. അപ്പൊ ഇത് റിലീസ് ചെയ്യുന്നത് RBI ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചായത്ത് രാജ് എന്നൊക്കെ കേൾക്കുമ്പോൾ RBI ആയിരിക്കും എന്ന് നമുക്ക് ഡൗട്ട് വരാം, പക്ഷെ RBI ആണ് ഈ റിപ്പോർട്ട് റിലീസ് ചെയ്തത്. RBI study noted that panchayats earn only 1% of their income through taxes, with the rest being sourced from central and state taxes. അപ്പോൾ RBI നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്തുകളിൽ അവരുടെ ഇൻകത്തിന്റെ 1% മാത്രമാണ് ടാക്സ് ആയിട്ട് കിട്ടുന്നത്, ബാക്കിയെല്ലാം സെൻട്രലിലേക്കും സ്റ്റേറ്റ് ടാക്സിലേക്കും ഒക്കെ പോവുകയാണ്. അപ്പൊ ഈ റിപ്പോർട്ടിൽ നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് പഞ്ചായത്തിന് കുറച്ചുകൂടെ ഫംഗ്ഷനാലിറ്റിയും അതുപോലെ ഫിനാൻഷ്യൽ ഓട്ടോണോമി ഒക്കെ കൊടുക്കണം ഇൻ കേസ് ഓഫ് ഹെൽത്ത്, ന്യൂട്രീഷൻ, സാനിറ്റേഷന്റെ ഒക്കെ കീഴിൽ. നെക്സ്റ്റ് കാർട്ട് T-cell തെറാപ്പി. അപ്പൊ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു 64-year-old ആയിട്ടുള്ള ഒരു ഫോമൽ ആർമി ഡോക്ടർ ഇന്ത്യയിലെ ഫസ്റ്റ് പേഷ്യന്റ് ആയിരിക്കുകയാണ്. അതായത് ഫ്രീ ഓഫ് ക്യാൻസർ ആഫ്റ്റർ ബീങ് അഡ്മിനിസ്റ്റർഡ് ദിസ് തെറാപ്പി. കാർട്ട് T-cell തെറാപ്പിക്ക് ശേഷം ക്യാൻസർ പൂർണ്ണമായിട്ടും ഒഴിവായി അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് ഭേദമായി വന്ന ആദ്യത്തെ പേഷ്യന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഫോർമർ ആർമി ഡോക്ടർ ആയിട്ടുള്ള ഒരു 64-year-old ആയിട്ടുള്ള ഒരാൾ. ഓക്കെ, കാർട്ട് T-cell തെറാപ്പി എന്ന് പറയുന്നത് ഒരു മേജർ ബ്രേക്ക് ത്രൂ ആണ് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ഇപ്പൊ കീമോതെറാപ്പി പോലെയല്ല, ഇതിൽ ഡ്രഗ്സ് ടേക്കൺ ചെയ്യുക, അതുപോലെ പേഷ്യൻസിന്റെ ഓൺ സെൽസ് മോഡിഫൈ ചെയ്തുകൊണ്ട് ആക്ടിവേറ്റഡ് T-cellsനെ കൊണ്ടുവരിക, അത് വെച്ച് ട്യൂമർ സെൽസിനെ ടാർഗറ്റ് ചെയ്യുക. ഇറ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ് ഫോർ ലുക്കീമിയാസ് ആൻഡ് ലിംഫോമാസ്. ലുക്കീമിയാസ് എന്ന് പറയുന്നത് വൈറ്റ് ബ്ലഡ് സെൽസിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിൽ ഉണ്ടാകുന്ന ക്യാൻസർ ആണ്. ലിംഫോമാസ് എന്ന് പറയുന്നത് ലിംഫാറ്റിക് സിസ്റ്റത്തിനെ അറൈസ് ചെയ്യുന്ന ക്യാൻസർ ആണ്. ഇതിന് രണ്ടിനും വേണ്ടിയിട്ടാണ് ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്മാർട്ട് സിറ്റീസ് മിഷൻ. ഇപ്പൊ പാർലമെന്ററി പാനൽ stressed on the need to launch the next phase of smart cities mission with a focus of tier 2 cities. ഇപ്പൊ ടയർ 2 സിറ്റീസിന്റെ ഒരു സെക്കൻഡ് ഫേസിൽ ലോഞ്ച് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ്. ലോഞ്ച് ചെയ്തത് ജൂൺ 2015 ബൈ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. ഇത് എയിം ചെയ്യുന്നത് കുറച്ചുകൂടെ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ ക്ലീൻ സസ്റ്റൈനബിൾ എൻവയോൺമെന്റ് സിറ്റീസിലേക്ക് പ്രൊമോട്ട് ചെയ്യുക, കൊടുക്കുക. അതുപോലെ തന്നെ സിറ്റിസൺസിൽ, അത്തരം സിറ്റീസ് തെരഞ്ഞെടുക്കുന്ന സിറ്റീസിൽ ജീവിക്കുന്ന സിറ്റിസൺസിനൊക്കെ ഡീസന്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എൻഷുർ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആണ്.
ബൈ ക്രിയേറ്റിംഗ് റെപ്ലിക്കബിൾ മോഡൽസ് ഫോർ അതർ ആസ്പയറിംഗ് സിറ്റീസ്. അതായത് മറ്റ് ആസ്പയറിംഗ് സിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു റെപ്ലിക്കബിൾ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും ഫോക്കസിൽ ഉള്ളതാണ്. നെക്സ്റ്റ് സാറ്റലൈറ്റ് ബേസ്ഡ് ടോൾ കളക്ഷൻ മെത്തേഡ്. അതായത് യൂണിയൻ ഗവൺമെന്റ് ടോൾ കളക്ഷൻ നമുക്കിപ്പോ നടക്കുന്നുണ്ടെന്ന് അറിയാം, അത് സാറ്റലൈറ്റ് ബേസ്ഡ് ആകാനുള്ള ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇംപ്ലിമെന്റേഷൻ ഓഫ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓഫ് ലോക്സഭ ഇലക്ഷൻസിന് മുൻപ് തന്നെയായിട്ട് ഹൈവേസിൽ ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് ടോൾ കളക്ഷൻ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു GPS ബേസ്ഡ് ടോൾ കളക്ഷൻ സിസ്റ്റം തന്നെയാണ്. കറന്റ്ലി ട്രയൽ ഫേസിലാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ വെഹിക്കിൾസിന് വിത്തൗട്ട് ടോൾ പിരിക്കുന്ന ടോൾ പേയ്മെന്റിന് അവിടെ സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതായത് വെഹിക്കിളിന്റെ രജിസ്ട്രേഷൻ പ്ലേറ്റ് മുകളിൽ നിന്ന് തന്നെ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞിട്ട് ആ ടോൾ എമൗണ്ട് എന്ന് പറയുന്നത് ആക്ച്വൽ ആ ഒരു വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഹൈവേയിലെ ഡിസ്റ്റൻസ് നോക്കിയിട്ട് അത് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് വിദ്യാഞ്ജലി സ്കോളർഷിപ്പ്. ഇപ്പൊ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ റീസെന്റ് വിദ്യാഞ്ജലി സ്കോളർഷിപ്പ് സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എൻഷുർ ചെയ്യുന്നത് നവോദയ വിദ്യാലയ സ്റ്റുഡൻസിന് ഫിനാൻഷ്യൽ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ ഹൈ ക്വാളിറ്റി ലേണിംഗ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ സ്മൂത്ത് ട്രാൻസിഷൻ ടു ഹയർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഒരു സ്മൂത്ത് ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാം. ഇംപ്ലിമെന്റിംഗ് ഏജൻസി എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ്. ക്യാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഡിസീസ് ആണ്. ഇത് ഹ്യൂമൻസിനെയും മങ്കീസിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ഐഡന്റിഫൈ ചെയ്ത 1957 മങ്കീസിന്ന്. ക്യാസനൂർ ഫോറസ്റ്റ് കർണാടകയിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത്. അങ്ങനെയാണ് ആ നെയിം വരുന്നത്. അതിന്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വൈറസ് മെയിൻലി ഹാർട്ട് ടിക്സ് അതുപോലെ മങ്കീസ്, റോഡൻസ്, ബേർഡ്സ് ഒക്കെ വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. ഹ്യൂമൻസിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ടിക് ബൈറ്റിന് വഴിയോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് അനിമലുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് വരുന്നത് വഴിയോ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രിവെൻഷൻ എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. വാക്സിൻ എന്ന് പറയുമ്പോൾ ഫോർമാലിൻ ഇനാക്ടിവേറ്റഡ് KFDV വാക്സിൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒത്തിരി സ്പെസിഫിക് അല്ല അത് എൻഡമിക് ഏരിയാസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് അത്ര എഫക്റ്റീവ് അല്ല ഇൻഫെക്റ്റഡ് പേഴ്സൺസിൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മേരാ ഗാവോൻ മേരി ധരോഹർ സ്കീം. ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എല്ലാ കൺട്രിയിലുള്ള എല്ലാ വില്ലേജസിനും കൾച്ചറലി മാപ്പ് ചെയ്യാൻ പോവാണ്. അത് ആ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടാണ് മേരാ ഗാവോൻ മേരി ധരോഹർ സ്കീം വന്നത്. ഇതൊരു നാഷണൽ മിഷൻ ആണ്. കൾച്ചറൽ മാപ്പിംഗ്, അതായത് ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് ആണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. നോഡൽ മിനിസ്റ്റർ ഓഫ് കൾച്ചർ ആണ്. നെക്സ്റ്റ് നാസാസ് ടെസ്റ്റ് മിഷൻ. ഇപ്പൊ നാസയുടെ ടെസ്റ്റ് മിഷൻ എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ സൂപ്പർ എർത്തിനെ ലൈഫ് ഹാർബർ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ എർത്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നാസയുടെ മിഷൻ എന്ന് പറയുന്നത് എക്സോ പ്ലാനറ്റിനെ, അതായത് നമ്മുടെ ബ്രൈറ്റ് സ്റ്റാർസിന്റെ ഒക്കെ നിയർ ബൈ കാണുന്ന എക്സോ പ്ലാനറ്റിനെ ഡിസ്കവർ ചെയ്യാനുള്ള ഒരു മിഷൻ ആയിരുന്നു നാസയുടെ ടെസ്റ്റ് മിഷൻ. ലോഞ്ച് ചെയ്തത് April 18, 2018 സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു അത് പോയത്. ഓക്കെ, ഇപ്പൊ ഓർബിറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് സർക്കിൾ ചെയ്യുന്നത് ഇന്ത്യയുടെ യുണീക് ഹൈ എർത്ത് ഓർബിറ്റിലാണ് 12 to 15 ഡേയ്സിലേക്ക്. അത് പിന്നീട് ടെലിസ്കോപ്സ് സ്കൈ വ്യൂയിലേക്കൊക്കെ പോയിട്ട് നമ്മുടെ ബ്രൈറ്റ് പ്ലാനറ്റിന്റെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ലാതെ മൂണിനെ ഒക്കെ മറികടന്നുകൊണ്ട് അത് പുറത്തുള്ള എക്സോ പ്ലാനറ്റ്സിനെ അത് വീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ പ്രൈം മിഷൻ എൻഡ് ചെയ്യുന്നത് July 4, 2020 അതുപോലെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ആ മിഷൻ. ഇനി മെസ്നിയൻ ഇവന്റ് എന്ന് പറയുന്നത് റിസർച്ചേഴ്സ് റീസെന്റ് ഒരു അണ്ടർ വാട്ടർ കാനിയോണിനെ സൈപ്രസിനടുത്ത് അവിടെ കണ്ടുപിടിച്ച ഒരു ഇവന്റ് ആണ് ഈ മെസ്നിയൻ ഇവന്റ് എന്ന് പറയുന്നത്. മെസ്നിയൻ ഇവന്റിനെ മെസ്നിയൻ സലൈനിറ്റി ക്രൈസിസ് എന്ന് വിളിക്കുന്നുണ്ട്. ഇതൊരു ജിയോളജിക്കൽ ഇവന്റ് ആണ്. അതായത് മെഡിറ്ററേനിയൻ സീയില് ഒരു നിയർ കംപ്ലീറ്റ് ഡെസിക്കേഷന്റെ സമയത്ത്, ഒരു ഡ്രൈയിങ് അപ്പിന്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇവന്റ് ആണ്. അതായത് മോസ്റ്റ് സിവിയർ ആയിട്ടുള്ള ഒരു ഇക്കോളജിക്കൽ ക്രൈസിസ് എർത്തിന്റെ ഹിസ്റ്ററിയിൽ സംഭവിച്ചിരിക്കുകയാണ്. അതിനെയാണ് ഈ മെസ്നിയൻ ഇവന്റ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ ഇത് അപ്രോക്സിമേറ്റ്ലി 6 മില്യൺ ഇയേഴ്സ് എക്കോ ആണ് ബിഗിൻ ചെയ്തത്. അതൊരു 5.3 മില്യൺ ഇയേഴ്സ് എക്കോ ലാസ്റ്റ് ചെയ്യും. നെക്സ്റ്റ് കലാദൻ മൾട്ടി മോഡൽ പ്രൊജക്ട്. അപ്പൊ ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് മ്യാൻമറിലെ ഓൺഗോയിങ് കോൺഫ്ലിക്റ്റ് കാരണം ഈ പ്രൊജക്ട് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇത് ന്യൂസിൽ വരുന്നത്. ഇത് കലദാൻ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് പ്രൊജക്ട് എന്ന് പറയുന്നത് ഇന്ത്യ മ്യാൻമറും തമ്മിൽ ഐഡന്റിഫൈ ചെയ്ത ഒരു ജോയിന്റ് പ്രൊജക്ട് ആണ്. അതായത് മൾട്ടി മോഡൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, കാർഗോ ഷിപ്മെന്റ് ഒക്കെ
ഇന്ത്യയുടെ ഈസ്റ്റേൺ പോർട്ടിൽ നിന്ന് മ്യാൻമറിലേക്ക് ഷിപ്മെന്റ് ഒക്കെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊജക്ട് ആണ്. ഇത് ഇന്ത്യയുടെ ഈസ്റ്റേൺ സീ പോർട്ട് ആയിട്ടുള്ള കൊൽക്കത്ത, അതിനെ മ്യാൻമറിലെ പോർട്ട് ആയിട്ടുള്ള സിറ്റ്വി സീ പോർട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് കൊൽക്കത്തയിൽ നിന്ന് സിറ്റ്വിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം 1328 കിലോമീറ്ററോളം അപ്രോക്സിമേറ്റ്ലി ആ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞു കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018. ഇപ്പൊ വൈറ്റ് പേപ്പർ ടേബിൾഡ് ബൈ ഫിനാൻസ് മിനിസ്റ്റർ ഇൻ ദ പാർലമെന്റ്, she reaffirmed government's commitment to prosecute economic fugitives. അപ്പൊ economic fugitives നെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഫിനാൻസ് മിനിസ്റ്റർ പാർലമെന്റിൽ അവതരിപ്പിച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇത് ന്യൂസിൽ വരുന്നത്. അപ്പൊ ഈ ആക്ട് എന്ന് പറയുന്നത് എക്കണോമിക് ഒഫൻഡേഴ്സിന്റെ പ്രോപ്പർട്ടീസ് കോൺഫിസ്കേറ്റ് ചെയ്യാം. അപ്പൊ അവര് എക്കണോമിക് ഫിജിറ്റീവ്സ് എന്ന് പറയുന്ന ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള എക്കണോമിക് ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് ഇവിടുന്ന് കൺട്രിയിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ, അപ്പൊ അവര് ക്രിമിനൽ പ്രോസിക്യൂഷൻ ഫേസ് ചെയ്യേണ്ടി വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇവിടുന്ന് ലെഫ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അവര് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അവര് പ്രോസിക്യൂഷൻ ഷുവർ ആയിട്ട് ഫേസ് ചെയ്യേണ്ടി വരും. ഈ ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡർ ആരാന്ന് ചോദിച്ചാൽ അതൊരു 100 കോടി, അറ്റ്ലീസ്റ്റ് ഒരു 100 കോടിയെങ്കിലും വാല്യൂ വരുന്ന അത്രയും വലിയൊരു ക്രൈം ചെയ്യുന്ന, ഒരു എക്കണോമിക് ക്രൈം ചെയ്യുന്ന ഒരാളെയാണ് നമ്മളൊരു ഫുജിറ്റീവ് എക്കണോമിക് ഒഫൻഡർ ആയിട്ട് കാണുന്നത്. വിജയ് മല്യയുടെ കേസ് അങ്ങനെ ഒരു കേസാണ്. ഇത്തരത്തിലുള്ള ഒഫൻഡേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ മണി ലോണ്ടറിങ്, ട്രാൻസാക്ഷൻ, ഡീഫ്രോഡിങ് ക്രെഡിറ്റേഴ്സ്, ഇവരെല്ലാം ഇതിനകത്ത് തന്നെ ഉൾപ്പെടുന്നവരാണ്. നെക്സ്റ്റ്, എം എസ് സ്വാമിനാഥന് ഭാരത് രത്ന കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് നാഷണലിന് വേണ്ടി ചെയ്ത കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ഇന്ത്യൻ അഗ്രോണമിസ്റ്റ് ആണ്, പ്ലാന്റ് ജനറ്റിസ്റ്റ് ആണ്, അതുപോലെ ഹ്യൂമാനിറ്റേറിയൻ ആണ്. അദ്ദേഹമാണ് ഗ്രീൻ റവല്യൂഷന്റെ വൺ ഓഫ് ദി പൈനിയർ ലീഡർ എന്ന് പറയുന്നത്. പിന്നെ ഏർലി 1960s ഇന്ത്യയിലെ ഫെമൈൻ ഉണ്ടായ സമയത്ത് എം എസ് സ്വാമിനാഥന്റെ ഡെഡിക്കേഷനും അദ്ദേഹം അഗ്രികൾച്ചറൽ പ്രോസ്പെറിറ്റിക്ക് വേണ്ടി നേഷന് കൊടുത്ത സംഭാവനയും കൺസിഡർ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് ഭാരത് രത്ന കൊടുത്തത്. നെക്സ്റ്റ്, ജിയോ ഫെൻസിംഗ് എന്ന് പറയുന്നത് ഇതൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിന്റെ ഒരു ഫീച്ചർ ആണ്. അതായത് ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം, വിച്ച് മീൻസ് GPS-ഉം റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ, RFID-യും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ജോഗ്രഫിക്കൽ ബൗണ്ടറീസിനെ ഡിഫൈൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാമിന്റെ ഒരു ഫീച്ചർ ആണ് ജിയോ ഫെൻസിംഗ് എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.